കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാ കുറ്റം, ദേഹോപദ്രവമേൽപ്പിക്കൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. റമീസിന്റെ പനായിക്കുളത്തെ വീട്ടിൽ വെച്ചാണ് സോനയെ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. റമീസിന്റെ ബന്ധുക്കളുടെ അറിവോടെയാണ് മതം മാറാൻ ആവശ്യപ്പെട്ട് മർദ്ദനമേൽപ്പിച്ചത്. റമീസിന്റെ കുടുംബം നിലവിൽ വീട്ടിലില്ല. പിതാവിന്റെ അടക്കം ഫോണും സ്വിച്ച് ഓഫ് ആണ്. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് കുടുംബം മുങ്ങിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇരുവരുടെയും വാട്സപ്പ് ചാറ്റിൽ നിന്ന് ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും പോലീസിന് തെളിവ് ലഭിച്ചു. റമീസിന്റെ വീട്ടുകാരെയും കേസിൽ പ്രതി ചേർക്കുമെന്നാണ് വിവരം. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാൻ പ്രതി മറുപടി നൽകുന്നതും ചാറ്റിൽ നിന്ന് കണ്ടെത്തി. റമീസ് മുൻപ് ലഹരിക്കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ്. ഇരുവരും തമ്മിൽ പഠിക്കുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നു. പ്രണയം വീട്ടിലറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതം അറിയിച്ചു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് ആദ്യം മുതലേ തന്നെ റമീസും കുടുംബവും നിർബന്ധം പിടിച്ചിരുന്നു. സോന മതം മാറാൻ ഒടുവിൽ തയ്യാറാവുകയും ചെയ്തു. അതിനിടെയാണ് 3 മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്തുള്ള കുളത്തിൽ മുങ്ങി മരിക്കുന്നത്. പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്നതിന് പിന്നാലെ 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമീസിന്റെ കുടുംബത്തെ അറിയിച്ചു. എന്നാൽ റമീസിനും കുടുംബത്തിനും ഇത് സമ്മതമായിരുന്നില്ല. സോന ഉടൻ തന്നെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും പുറത്തു പോകരുതെന്നും റമീസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിർബന്ധം പിടിച്ചു. ഇതിനിടെയാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്ന് അനാശാസ്യത്തിന് പിടികൂടുന്നത്. ഇതറിഞ്ഞതോടെ റമീസിനെ സോന ചോദ്യം ചെയ്തു. തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടെടുത്തു. രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു. മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പോലീസ് പറയുന്നുണ്ട്. തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നുവെന്ന് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞയാഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പന്റെ മരണം തളർത്തിയ തന്നെ എല്ലാവരും ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. താൻ അപ്പന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ച ശേഷമാണ് സോന ശനിയാഴ്ച വൈകുന്നേരം ജീവനൊടുക്കുന്നത്.